ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കുള്ള കഥയുമായി ഞാനിതാ എത്തിക്കഴിഞ്ഞു. ശരി, നമുക്ക് കഥ കേൾക്കാം. അക്ബർ ചക്രവർത്തിയുടെ ഇളയ സ്വാലൻ ഭരണകാര്യങ്ങളിലും മറ്റും അനാവശ്യമായി ഇടപെടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അക്ബർ ചക്രവർത്തി ബീർബലിനെ വിളിച്ചു വരുത്തി. എൻ്റെ ഇളയ സ്വാലൻ അവന് കൂടുതൽ അധികാരങ്ങൾ നൽകണമെന്ന് പറഞ്ഞ് എന്നെ നിരന്തരം ശല്യം ചെയ്യുന്നു. അവനെ ഞാൻ എന്തു ചെയ്യണം ബീർബൽ? ബീർബലിനോട് ഈ സംശയം ചോദിച്ചത് അക്ബർ ചക്രവർത്തി ആയിരുന്നു. ദൂരെ എങ്ങാനും പറഞ്ഞയക്കണം. ബീർബലിൻ്റെ മറുപടി കേട്ട ചക്രവർത്തി വീണ്ടും സംശയം പ്രകടിപ്പിച്ചു. ദൂരെ പോയി അവൻ വല്ല കുഴപ്പവും കാണിച്ചെങ്കിലോ? എന്നാ പിന്നെ തൂക്കിക്കൊല്ലണം. ബീർബലിൻ്റെ ഈ മറുപടി കേട്ട് ചക്രവർത്തി പറഞ്ഞു, അതൊരു നല്ല അഭിപ്രായമാണ്. ഇവൻ മാത്രമല്ല, എൻ്റെ എല്ലാ സ്വാലന്മാരും ശല്യക്കാരാണ്. അതുകൊണ്ട് ഇവൻ ഉൾപ്പെടെ എല്ലാ സ്വാലന്മാരെയും തൂക്കിക്കൊല്ലാൻ ഞാൻ കൽപ്പിക്കുന്നു. ബീർബൽ ശരിക്കും ഞെട്ടിപ്പോയി. കളിയാക്കി താൻ പറഞ്ഞ കാര്യം ചക്രവർത്തി മുഖവിലക്കെടുത്തിരിക്കുന്നു. അങ്ങ് എന്താണ് ഈ കൽപ്പിച്ചത്? എല്ലാ അളിയന്മാരെയും കൊല്ലുകയോ? അത് ക്രൂരവും തികച്ചും ബുദ്ധിശൂന്യവുമല്ലേ? ബീർബലിൻ്റെ ചോദ്യം കേട്ട് ക്ഷുഭിതനായിക്കൊണ്ട് തന്നെ അക്ബർ പറഞ്ഞു, ഞാൻ കൽപ്പിച്ചു കഴിഞ്ഞത് മാറ്റാൻ ഒരുക്കമില്ല. ബീർബൽ അതിന് ശ്രമിക്കുകയും വേണ്ട. നമ്മുടെ എല്ലാ സ്വാലന്മാരെയും തടവിലാക്കാനും അവർക്ക് വേണ്ട തൂക്കുമേടകൾ തയ്യാറാക്കാനും അധികൃതരെ ചുമതലപ്പെടുത്തുക. തൂക്കിക്കൊല്ലാനുള്ള ദിവസം വന്നു ചേർന്നു. അക്ബർ തൂക്കുമേടകളെല്ലാം പരിശോധിച്ചു. തടി കൊണ്ടുള്ള തൂക്കുമേടകൾക്കിടയിൽ സ്വർണം കൊണ്ടുള്ള ഒരു തൂക്കുമേട കാണാനിടയെ അക്ബർ അത്ഭുതത്തോടെ ബീർബലിനോട് ചോദിച്ചു, സ്വർണം കൊണ്ടുള്ള ഒരു തൂക്കുമേടയോ? ഇതാർക്കാണ്? യാതൊരു കൂസലുമില്ലാതെ ബീർബൽ പറഞ്ഞു, പ്രഭോ, എല്ലാ സ്വാലന്മാരെയും തൂക്കിക്കൊല്ലാനാണല്ലോ അങ്ങയുടെ കൽപ്പന. അങ്ങും ഒരു സ്വാലനാണല്ലോ. അതുകൊണ്ട് അങ്ങേക്കായി പണി കഴിപ്പിച്ചതാണ് ഈ സ്വർണ്ണ തൂക്കുമേട. ബീർബലിൻ്റെ മറുപടി കേട്ട ചക്രവർത്തിക്ക് അപ്പോഴാണ് തൻ്റെ കൽപ്പനയുടെ വിഡ്ഢിത്തം മനസ്സിലായത്. അദ്ദേഹം ബീർബലിനെ നോക്കി ശാന്തനായി പറഞ്ഞു, ബീർബൽ, എൻ്റെ ഉത്തരവ് ക്രൂരവും ബുദ്ധിശൂന്യവുമായി പോയെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. താൻ പറഞ്ഞത് ശരിയാണ്. തടവിലിട്ടിരിക്കുന്ന എൻ്റെ സ്വാലന്മാരെല്ലാം ഉടനെ മോചിപ്പിച്ചേക്കൂ. അങ്ങനെ ബീർബലിൻ്റെ യുക്തിവൈഭവം കൊണ്ട് ചക്രവർത്തിയുടെ അളിയന്മാർക്ക് ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം കഥ നന്നേ ഇഷ്ടപ്പെട്ടല്ലോ. ശരി, അടുത്ത കഥയുമായി വീണ്ടും വരാട്ടോ.